കോൺഗ്രസ്സുകാരെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഒരു സ്ത്രീലമ്പട പ്രയോഗം നടത്തി. കോൺഗ്രസിന്റെ നേതാക്കള് അതിന് തക്ക മറുപടി നൽകി. അത് കേരളത്തിലെ ജനങ്ങൾ കേട്ടു, അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഒരു ചാനൽ വിദഗ്ധന് അത് അത്ര ബോധിച്ചില്ല എന്ന് തോന്നി. രാവിലെ വോട്ടിട്ട ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം ഇന്നലത്തെ വോട്ടെടുപ്പില് ഒരു അജണ്ട സൃഷ്ടിക്കലായിരുന്നു എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഈ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ 7 വടക്കൻ ജില്ലകളിലെ ആളുകൾ, വോട്ടർമാര് വരിവരിയായി ചെന്ന് LDF-നും CPM-നും വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേട്ടപ്പോ ഇതേക്കുറിച്ച് 2 വർത്തമാനം പറയണമെന്ന് തോന്നി. സ്വന്തം കണ്ണിൽ കോലിരിക്കുന്ന ഒരുത്തൻ വേറൊരുത്തന്റെ കണ്ണിലെ കരട് തപ്പിപ്പോയ ഒരു കഥയുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ്, അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യൻ ഇന്നലെ ചെന്നുപെട്ടത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം. വല്ലാത്തൊരു തിക്കുമുട്ടലുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്, വളരെ ഡെസ്പറേറ്റ് ആണ്. ഇലക്ഷൻ എന്ത് സംഭവിക്കുമെന്ന് വലിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പറഞ്ഞ ആളിന്റെ അവസ്ഥയിലായി പോയി നമ്മുടെ മുഖ്യൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ, പിന്നിൽ, വശങ്ങളില് അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ചെല്ലുമ്പം അവിടെ, ക്യാബിനറ്റ് കൂടുമ്പോൾ മന്ത്രിസഭയില്, പാർട്ടി ചെല്ലുമ്പോൾ പാർട്ടിയില്, എല്ലായിടത്തും നിൽക്കുന്ന ആരാ? അതിൽ നിൽക്കുന്നവരിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ സ്ത്രീലമ്പട ശ്രേഷ്ഠത തന്നെയല്ലേ?